കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധര മേനോനിൽ നിന്ന് തന്റെ കുടുംബക്ഷേത്രം എവിടെയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ വല്ലാത്തൊരു സന്തോഷവും ആകാംക്ഷയും സുഭാഷിന്റെയും സുധീഷിന്റെയും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒപ്പം നിധിയും ചാന്ദിനിയും ഹരീഷും പിന്നെ അച്ഛൻ ഭാസ്കരനും കൂടെ ഉണ്ടായിരുന്നു. ഭാസ്കരനെ കൂട്ടിക്കൊണ്ടുപോകാൻ സുധീഷിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എവിടെ ചെന്നാലും അച്ഛൻ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുമെന്നൊരു ഭയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം കുടുംബക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അച്ഛനെ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ എന്ന ചിന്തയിലാണ് എല്ലാവരും കൂടി ഇറങ്ങിയത്. പോരാത്തതിന് ചാന്ദിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാനും കഴിയില്ലല്ലോ. ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് വണ്ടി കടക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ഭാവം അങ്ങ് മാറി. എങ്ങും വലിയ മരങ്ങളും പാടശേഖരങ്ങളും ഇടവഴികളും. വണ്ടി പതുക്കെ അങ്ങനെ കവലയിൽ നിർത്തിയപ്പോൾ സുഭാഷ് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി സുധീഷിനോട് ചോദിച്ചു, അല്ലടാ ഇനിയിപ്പോൾ എങ്ങോട്ടേക്കായി പോവേണ്ടത്? വഴിയൊന്നും തന്നെ കൃത്യമായിട്ട് അറിയാമോ? സുധീഷ് വളരെ ആത്മവിശ്വാസത്തോടെ അങ്ങ് ചിരിച്ചു. അതൊക്കെ ഞാൻ കൃത്യമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. ഏട്ടൻ ഒന്നുകൊണ്ടും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി. ഗ്രാമത്തിന്റെ തനിമ നിറഞ്ഞൊഴുകുന്ന ഒരു അന്തരീക്ഷം. പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ ഭാസ്കരൻ വേറൊരു വഴിയിലൂടെ അങ്ങ് നടന്നു നീങ്ങാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ഈ ഒരു പോക്ക് കണ്ടപ്പോൾ സുഭാഷിന് ചെറിയൊരു ദേഷ്യം വന്നു. അച്ഛൻ ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്? ഇങ്ങോട്ട് വാ. വെറുതെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന നടക്കാനൊന്നും പറ്റില്ല, സുഭാഷും വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപാടെ ഭാസ്കരൻ അങ്ങ് തിരിഞ്ഞു നിന്നു. നെഞ്ചു വിരിച്ച് ഒരല്പം ഗൗരവത്തോடு തന്നെ അയാൾ പറഞ്ഞു, നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഇതെന്റെ സ്വന്തം നാടാടാ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മണ്ണ്. ഇവിടെ നീ എന്നെ വഴി പഠിപ്പിക്കാനൊന്നും നോക്കണ്ട. എനിക്കറിയാം എവിടെ പോയിട്ട് എവിടെ വരണമെന്നൊക്കെ. മറ്റുള്ളവരൊക്കെ അമ്പരപ്പോടെ അങ്ങനെ പരസ്പരം നോക്കി. ഭാസ്കരൻ തുടർന്നു, വൈകുന്നേരം ആഹാരം കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് പോയിക്കോ, ഞാൻ അവിടുത്തെ തന്നെ നിന്നോളാം. എത്രയും പറഞ്ഞ് ഭാസ്കരൻ തൻ്റെ പഴയ ആ ഒരു കൂട്ടുകാരെയും ഓർമ്മകളെയും തേടിക്കൊണ്ട് ആ ഇടവഴിയിലേക്ക് നടന്നു പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും തൽക്കാലം അച്ഛനെ തടയേണ്ടായെന്ന് തന്നെ അവർ തീരുമാനിച്ചു. സുധീഷ് തൻ്റെ ഫോണെടുത്ത് ഒരാളെ വിളിച്ചു. അല്പനേരത്തിനുള്ളിൽ തന്നെ ഒരാൾ അവിടെ ലക്ഷ്യമാക്കി നടന്നു വന്നു. നിങ്ങളാണോ എന്നെ ഫോൺ ചെയ്തത്? സുധീഷാണോ? അയാൾ ചോദിച്ചു. അതെ ഞാൻ തന്നെയാ. മണിച്ചേട്ടനല്ലേ? സുധീഷ് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു. അതെ ഞാനാ. നിങ്ങളും കൂടെ വായോ. മണി അവരെയും കൂട്ടി മുന്നോട്ട് നടന്നു. കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും മറ്റുമായി 2-3 ദിവസം അവിടെ തങ്ങേണ്ടി വരും എന്നതിനാൽ താമസിക്കാൻ ഒരു ഇടം സുധീഷ് നേരത്തെ തന്നെ മണിയനെ വിട്ട് ഏൽപ്പാറാക്കിയിരുന്നു. ഗ്രാമവഴിയിലൂടെ നടന്ന് അവർ ഒരു വലിയ പഴയ തറവാടിന്റെ മുറ്റത്തേക്കെത്തി. നിങ്ങൾ ഇവിടെ താമസിക്കാം. കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്നവർക്ക് ഇവിടെയാ താമസിക്കുന്നത്. മറ്റു ആ ഒരു മുറ്റം ചൂണ്ടിക്കൊണ്ട് തന്നെ മണി പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല ചേട്ടാ, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം. സുധീഷ് സമ്മതം മൂളി. അപ്പോഴാണ് മണി ഒരു കാര്യം കൂടി പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ള കുറച്ച് പേർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ. അതൊരു വലിയ അത്ഭുതമായിരുന്നു അവർക്ക്. കുടുംബത്തിൽ നിന്നും വേറെ ആരാണ് ഇവിടെയുള്ളത്? ആ ചോദ്യം മനസ്സിൽ ഉയർന്നപ്പോൾ വീടിന്റെ ഉമ്മറത്തേക്ക് ഒരാളങ്ങ് ഇറങ്ങി വന്നു. സുനന്ദയെ കണ്ടപ്പോൾ സുഭാഷും മറ്റുള്ളവരെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. സുനന്ദയോ? സുഭാഷിന്റെ വായിൽ നിന്നും അറിയാതങ്ങ് വീണുപോയി. സുനന്ദ അവരെ കണ്ട് അമ്പരന്നു. അല്ല സുഭാഷേട്ടാ, നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതാ, സുഭാഷ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ നിധി ചോദിച്ചു, അല്ല സുനന്ദ, നീ ഒറ്റക്കാണോ വന്നത്? അല്ല, ഞാനുണ്ട്, അഖിലേട്ടനുണ്ട്, പിന്നെ അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ വന്നതാ, സുനന്ദ പറഞ്ഞു. ലളിതമ്മായി എവിടെയുണ്ട് എന്നറിഞ്ഞ നിമിഷം തന്നെ സുഭാഷേട്ടനും സുധീഷിനെയും നെഞ്ചിരിപ്പ് കൂടി. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ആര് കണ്ടു? അവർ ഭയത്തോടെ തന്നെ അവിടെ സ്തംഭിച്ചു നിന്നു. പുറത്ത് സംസാരം കേട്ട് ലളിത ഉമ്മറത്തേക്ക് വന്നു. ഇവരെ അവിടെ കണ്ടപ്പോൾ ലളിതയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ലളിത ശബ്ദമുയർത്തി. സുധീഷ് ശാന്തമായി തന്നെ മറുപടി നൽകി. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരാൻ പാടില്ല എന്നുണ്ട് അമ്മായി. ലളിത പുച്ഛത്തോടെ അങ്ങ് ചിരിച്ചു. ഹോ, കുടുംബക്ഷേത്രം, ഇത്രയും നാളില്ലാത്ത കുടുംബക്ഷേത്രം നിനക്കൊക്കെ ഇപ്പോൾ എവിടെ നിന്നാടാ വന്നത്? അന്തരീക്ഷം പെട്ടെന്ന് വഷളാവുന്നത് കണ്ടപ്പോൾ മണി ഇടപെട്ടു. അല്ല, ഇവർ നിങ്ങളുടെ സ്വന്തക്കാരല്ലേ? അതെ, സ്വന്തക്കാരാ, ലളിത പഞ്ഞുറുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. സുധീഷ് മണിയോട് പതുക്കെ പറഞ്ഞു, ചെറിയ സ്വത്ത് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ, അതുകൊണ്ട് അത്ര അടുപ്പത്തിലൊന്നുമല്ല ഞങ്ങൾ. മണി അങ്ങ് ചിരിച്ചു. ഓ, അതൊക്കെ എല്ലാ കുടുംബത്തിലുമുള്ള പ്രശ്നങ്ങളല്ലേ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് താമസിക്ക്. ഈ കുടുംബക്ഷേത്രം നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയതായിരിക്കാം, പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് ദേവി എന്ന് പറഞ്ഞാൽ അത്ര പ്രിയപ്പെട്ടതാണ്. വിളിച്ചാൽ വിളിപ്പുറത്ത് കേൾക്കുന്ന അത്രക്ക് ശക്തിയുള്ള ദേവിയാ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടായാലും ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും. മണിയുടെ വാക്കുകൾ അവിടെ എല്ലാവർക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ യാത്രയുടെ ക്ഷീണവും തണുപ്പും കാരണം നിധിക്ക് അല്പം ചൂടുവെള്ളം കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ലളിത വലിയ തിരക്കില് ആഹാരം ഉണ്ടാക്കുമായിരുന്നു. പാത്രങ്ങളിൽ വലിയ ശബ്ദത്തോടെ എടുത്തു വെച്ച് ലളിത തന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. നിധിയെ കണ്ടപ്പോൾ ലളിതയുടെ മുഖം കറുത്തു. എന്താടി, നിനക്കെന്താ ഇവിടെ കാര്യം? അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ, നിധി പതുക്കെ പറഞ്ഞു. മര്യാദക്ക് പൊയ്ക്കോ അവിടുന്ന്. ചൂടുവെള്ളത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു മഹാറാണി.
ലളിത അലറി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞതല്ലേ അമ്മായി, അതിനിപ്പോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിധിയും വിട്ടുകൊടുത്തില്ല. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് സുധീഷ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. കാര്യങ്ങൾ മനസ്സിലാക്കിയ സുധീഷ് ഒട്ടും മടിച്ചില്ല. അവൻ നേരെ അടുപ്പത്ത് വെച്ചിരുന്ന ലളിതയുടെ കറിച്ചട്ടി എടുത്തിട്ട് താഴെ വെച്ചു. പകരം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു. ലളിത കണ്ണുരുട്ടി നോക്കിയെങ്കിലും സുധീഷ് അതൊന്നും തന്നെ മൈൻഡ് ചെയ്തില്ല. അതെ, ഇവൾ ഇത്തിരി വെള്ളം വെക്കുന്ന കാര്യമല്ലേ പറഞ്ഞോളൂ അമ്മായി, ഈ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഞങ്ങൾ എവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറിപ്പോയിക്കോളാം, സുധീഷ് വളരെ ശാന്തമായി പറഞ്ഞു. വെള്ളം ചൂടായപ്പോൾ അത് നേരെ നിധിക്ക് നീട്ടിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു, വാ നിധി, നമുക്ക് പോവാം. ലളിതയ്ക്ക് ഇത് വലിയൊരു അപമാനമായി തോന്നി. അവർ ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. നേരെ ഗംഗാധരനെ ഫോൺ വിളിച്ചു. അല്ല ഗംഗേട്ടാ, അവർക്കാരാ വഴി പറഞ്ഞു കൊടുത്തത്? ഈ കുടുംബത്തെക്കുറിച്ച് കുടുംബക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തത് നിങ്ങളാണോ? ലളിത ദേഷ്യത്തോട് ചോദിച്ചു. മറുതൽക്ക് ഗംഗാധരൻ എന്ന് പറഞ്ഞേ, അത് പിന്നെ എനിക്കങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു ലളിതേ. അത് നമ്മുടെ കുടുംബക്ഷേത്രമല്ലേ, നമ്മൾ വഴി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ ദേവി നമ്മളോടെങ്ങാനും കോപിച്ചാലോ? ആ ഒരു പേടി കാരണം ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തതാ. അവരും വന്ന് തൊഴുത് പ്രാർത്ഥിക്കട്ടെ, നീ അവരെ വെറുതെ പ്രശ്നമുണ്ടാക്കാനൊന്നും പോവണ്ട. ലളിത ദേഷ്യത്തിൽ അങ്ങ് ഫോൺ കട്ടിയാണ്. കുറച്ച് കഴിഞ്ഞ് പുറത്തു നിന്ന് മണി ഭക്ഷണപ്പൊതിയുമായി വന്നു. സുധീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അല്ല, നിങ്ങളുടെ അമ്മായി നിങ്ങൾക്കിവിടെ ആഹാരം ഉണ്ടാക്കില്ലേ? മണി സംശയത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, അവരുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാമെന്ന് വിചാരിച്ചതാ, സുധീഷ് പറഞ്ഞു. മണി പൊതികൾ അവർക്ക് നൽകിയിട്ട് പോയി. എല്ലാവരും സിറ്റ് ഔട്ടിൽ വട്ടമിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതിന്റെ സമയത്ത് സുനന്ദയും അഖിലും അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു, അല്ല സുനന്ദ, നിങ്ങൾ ആഹാരം കഴിച്ചോ? ഇല്ല സുഭാഷ് ഏട്ടാ, അമ്മ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ, സുനന്ദ പറഞ്ഞു. ഉടനെ സുധീഷ് പറയുന്നുണ്ട്, ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച നല്ല ആഹാര ഞങ്ങൾ കഴിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങളും കുറച്ച് കഴിക്കാം. സുഭാഷ് വേഗം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ നിന്ന് കുറച്ച് ആഹാരം വിളമ്പിയിട്ട് അവർക്ക് നേരെ നീട്ടി. സുനന്ദയും മകനും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും അകത്ത് നിന്ന് ലളിത വരുന്നത് കണ്ടു. സ്വന്തം മകളും മരുമകനും ശത്രുക്കളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ലളിതക്ക് വല്ലാതെ ദേഷ്യം വന്നു. അത് ലളിതയെ പ്രകോപിപ്പിച്ചു. എടി, നിനക്കൊക്കെ വേണ്ടിയില്ലേടി ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കുന്നത്, എന്നിട്ട് നിനക്കെന്താ? അവിടെ വന്ന് കഴിച്ചാല് നാണമില്ലാത്തവളെ, ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാടി, ലളിത അലറി. എന്നിട്ട് അഖിലിന് നേരെ തിരിഞ്ഞു. മരുമോനെ, നീ എന്തിനാ ഇവരോടൊപ്പം ഇരുന്ന് കഴിക്കാൻ പോയത്? അത് പിന്നമ്മേ, ഇവർക്ക് ഒരു കമ്പനി കൊടുക്കാനായിട്ട്, അഖിലൊന്ന് പരിങ്ങി. ദേ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹാരം തയ്യാറാക്കിയിട്ട് ഇവരോടൊപ്പം നിങ്ങൾ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തെ ഫുഡൊന്നും കഴിച്ച് വെറുതെ വയറ് കയറാക്കണ്ട, എഴുന്നേറ്റ് വരാൻ നോക്ക്, ലളിത കട്ടായം പറഞ്ഞു. സുനന്ദ പതുക്കെ അഖിലിനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. സുഭാഷേട്ടാ, അമ്മ അങ്ങനെയൊക്കെ പറയും, ഒന്നും കാര്യമാക്കേണ്ട കേട്ടോ. അവർ പോയതിനു ശേഷം സുധീഷ് പറയുന്നുണ്ട്, ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഈ ലളിതമായ പേടിക്കുന്നത്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഹരീഷ് ഭക്ഷണം വാരിക്കൊണ്ട് പറഞ്ഞു. എടാ, നമുക്ക് തന്നെ അവരെ കണ്ട പേടിയാവും, പിന്നെയല്ലേ അവര്. എന്തൊരു സ്വഭാവമാടാത്, അച്ഛൻ്റെ പെങ്ങളാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോഴാണ് മുറ്റത്ത് 4 കാലിൽ ഒരാളിങ്ങനെ ആടി വരുന്നത് എല്ലാവരും കണ്ടത്. സാക്ഷാൽ ഭാസ്കരൻ തന്നെ. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് പഴയ കാലഘട്ടത്തിന് തിരിച്ചുപോയ ഭാസ്കരൻ നല്ല ഒന്നാം തരം മദ്യലഹരിയിലായിരുന്നു. കൂട്ടുകാരും കൂടെയുണ്ട്. കുടുംബക്ഷേത്രത്തിൽ വന്നത് അച്ഛൻ്റെ ഈ ഒരു കോലം കണ്ടപ്പോൾ സുധീഷിനെ അടക്കാനാവാത്ത ദേഷ്യം വന്നു. അവൻ എഴുന്നേറ്റ് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് അവനെ തടഞ്ഞു. സുഭാഷ് ഭാസ്കരനോട് ശാന്തമായി പറഞ്ഞു, അല്ല അച്ഛാ, ഇതൊക്കെ ആരാ? ഭാസ്കരൻ കുഴഞ്ഞ നാവ് കൊണ്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇതെൻ്റെ മൂത്ത മകൻ, ഇത് എൻ്റെ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയിക്കോ, നമുക്കിനി നാളെ കാണാം. അവർ പോയതിനു ശേഷം ഭാസ്കരൻ നേരെ പോയിട്ട് ഒരു മൂലയിലങ്ങ് ചുരുണ്ടുകൂടി കിടന്നു. സുധീഷിൻ്റെ മനസ്സിലപ്പോൾ വേറൊരു ചിന്തയായിരുന്നു, നിധി എവിടെ കിടക്കും? തനിക്ക് നിധിയോട് കുറച്ചും കൂടി അടുക്കാൻ ഇതൊരു നല്ല അവസരം തന്നെയാ. അവൻ കണക്ക് കൂട്ടി. പതുക്കെ നിധി കിടക്കുന്നിടത്തേക്ക് ചെന്ന് അവൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, നിധി, ഇവിടെ തനിച്ച് കിടക്കാൻ നിനക്ക് ഭയമില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി ഇവിടെ വന്ന് കിടക്കാം, നിനക്കൊരു കൂട്ടാവല്ലോ. നിധി അവനെ ഒന്ന് തുറച്ചു നോക്കി. എന്തിന്? അതിനൊന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ഇത്തിരി അങ്ങ് മാറിക്കിടന്നോളാം. അപ്പോഴാണ് വില്ലിനെ പോലെ ഹരീഷ് അങ്ങോട്ടേക്ക് കയറി വന്നത്. അതെ സുധീഷേട്ടാ, ഇവിടെ ചാന്ദിനി ഉണ്ടല്ലോ, ചാന്ദിനി എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ചാന്ദിനി നിധിയോടൊപ്പം കിടന്നോളാം, അതാവുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഹരീഷ് നിഷ്കളങ്കമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മുഖം അങ്ങ് വിളറി. മനസ്സിൽ അവൻ ഹരീഷിനെ അങ്ങ് പ്രാഗി. ഓ എൻ്റെ ദൈവമേ, കുറുമ്പ് കാട്ടാൻ വന്നവനെ, എങ്ങനെയെങ്കിലും നിന്നെ ഈ നിധിയെ ഞാൻ ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും അവൻ അങ്ങ് ഇടയിൽ കയറി വന്നേക്കുന്നു. ദേഷ്യം സഹിക്കാനാവാതെ സുധീഷ് ഹരീഷിൻ്റെ കോളറിനങ്ങ് പിടിച്ചു. അവനെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ചോദിച്ചു, എടാ പാപി, നിനക്കിത് എന്തിൻ്റെ കേടാടാ? നിന്റെ ജീവിതം വെച്ചാൽ എൻ്റെ ജീവിതം വെച്ചാണോടെ നീ കളിക്കുന്നത്? പിറ്റേന്ന് അങ്ങനെ അമ്പലത്തിലെ മണിനാഥ ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. കുളിച്ചൊരുങ്ങി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവാൻ തയ്യാറായി. അവർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ തന്നെ അവിടെ ഭാസ്കരൻ സ്ഥാനം പിടിച്ചിരുന്നു. സുനന്ദയും അഖിലും അവർക്കൊപ്പം വരാൻ തയ്യാറായെങ്കിലും ലളിത അതൊന്നിനും സമ്മതിച്ചില്ല.
നമുക്ക് ഇവരുടെ കൂടെയൊന്നും പോവേണ്ട കാര്യമില്ല, നമ്മൾ വേറെ പോയാൽ മതി എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി തന്നെ ലളിത മകനെയും മരുമകളെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. ക്ഷേത്രമുറ്റത്ത് പൂജാരി പൂജ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നൽകി നിൽക്കുമ്പോഴാണ് ലളിത അവിടെ വന്നത്. സുഭാഷും കൂട്ടുകാരും പൂജ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കണ്ട് ലളിതയ്ക്ക് സഹിച്ചില്ല. അവർ നേരെ പൂജാരിയുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ പൂജാരി? തിരുമേനി, ഇത്രയും വർഷകാലം ഇവിടെ ഞങ്ങളല്ലേ പൂജവും വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുറമേ നിന്ന് പുതുതായിട്ട് ആരൊക്കെയോ വരുമ്പോൾ അവർക്കൊന്നും ഇങ്ങനെ പൂജ ചെയ്യാനുള്ള അധികാരമൊക്കെ ഇവിടെയുണ്ടോ? ലളിത ചോദിച്ചു. പൂജാരി ശാന്തമായി മണിയോട് പറഞ്ഞു. മണി, ഇവർ ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നൽകേണ്ട ഒരു മാസവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അടക്കുന്നത് ഇവരാണ്. ഇത്രയും വർഷമായിട്ട് അതൊന്നും ഇവരടച്ചിട്ടില്ല. മണി ലളിതയോടും സുഭാഷിനോടുമായി പറഞ്ഞു. നിങ്ങളൊക്കെ ഇത്രയും കാലം ഇവിടെ വന്നിരുന്നല്ലോ. ഇവിടെ ഓരോ വർഷവും കൊടുക്കേണ്ട വരിസംഖ്യ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ലളിതയ്ക്ക് അതൊരു അവസരമായി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ അടക്കാത്തവരുടെ പൂജയും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല തിരുമേനി. അവർക്ക് ഇവിടെ യാതൊരുവിധ സ്ഥാനവുമില്ല. എങ്ങാണ്ടോ ഒരു കുടുംബക്ഷേത്രം ഉണ്ടെന്നും പറഞ്ഞ് വലിഞ്ഞു കയറി വന്നിരിക്കുക ഇവര്. ഇത് കേട്ട് ഭാസ്കരന്റെ നിയന്ത്രണം വിട്ടു. അയാൾ ലളിതയ്ക്ക് നേരെ വിരൽ ചൂണ്ടി അലറി. അതെ, നീ ജനിക്കുന്നതിന് മുൻപ് ഞാൻ ജനിച്ച മണ്ണാടി ഇത് ഞാനാണ് ഈ കുടുംബക്ഷേത്രം ആദ്യമായിട്ട് കണ്ടത്. നിനക്കറിയാലോ അത്. പിന്നെ അതിനുശേഷം നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പോൾ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ കെട്ടിയവൻ്റെ കുടുംബക്ഷേത്രമല്ലേ നിന്റെ കുടുംബക്ഷേത്രമായി മാറുന്നത്. പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരുന്നത്? അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത്രയും നാൾ ഇവിടെ ഇവരെ കണ്ടിട്ടില്ലല്ലോ. എന്താണെങ്കിലും വർഷം തോറും കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് കേട്ട് സുഭാഷ് മുന്നോട്ട് വന്നു. അയാൾ വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ തന്നോളാം. ഇത്രയും കാലത്തെ കുടിശ്ശിക എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ മതി. അത് പൂർണ്ണമായി തന്നെ ഞങ്ങൾ ഇപ്പം തന്നെ അടക്കാം. മണി സുഭാഷിനെ സമാധാനിപ്പിച്ചു. അതെ, അതൊക്കെ പതുക്കെ മതി. ഒറ്റയടിക്ക് തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിങ്ങനെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് അറിയാതിരുന്നത് കൊണ്ടല്ലേ. ഇനി എല്ലാ വർഷവും മുടങ്ങാതെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. അപ്പം തന്നാൽ മതി. എന്നിട്ട് മണി ലളിതയെ നോക്കിയിട്ട് ഒരു പരിഹാസത്തോടെ പറഞ്ഞു. അല്ല, ഈ വലിയ വർത്താനം പറഞ്ഞ ലളിതയോട് പോലും ഞാനാണെങ്കിൽ എല്ലാ വർഷവും വിളിച്ച് ഓർമ്മിപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ പണം ഇവരും തരാറുള്ളൂ. ഭാസ്കരൻ അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഓഹോ, എന്നിട്ടാണോ ഇവിടെ വന്നിട്ട് വലിയ ആളായി കളിക്കുന്നത്? ലളിതയുടെ മുഖം അങ്ങ് വിളറി വെളുത്തു. അപമാനം സഹിക്കാൻ വയ്യാതെ അവർ തലകുനിച്ച് നിന്നു. ആദ്യത്തെ ദിവസത്തിൽ പൂജകളൊക്കെ മനോഹരമായി തന്നെ നടന്നു. പിറ്റേ ദിവസം പൂജയ്ക്ക് വലിയ പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. മണി എല്ലാവരോടുമായി പറഞ്ഞു. നിങ്ങൾ വന്ന സമയം വളരെ കറക്റ്റാണ്. നാളത്തെ ദിവസം ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. കുറേ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഭാഷ് സന്തോഷത്തോടെ പറഞ്ഞു. അല്ല, എന്ത് പൂജയായാലും ഞങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണ്. ഇത് കേട്ട് ലളിത ഒന്ന് പുച്ഛിച്ചു. പിന്നെ അവർ ചെയ്യും പോലും. അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമാ. പെണ്ണുങ്ങളാ ഇവിടെ പൂജ ചെയ്യേണ്ടത്. ഇവരുടെ വീട്ടിൽ ആര് ചെയ്യാനായിട്ടാ? ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതൊന്നുമല്ലടാ ഇതൊന്നും. ലളിതയുടെ വാക്കുകൾ സുഭാഷിനെ വല്ലാതെ വേദനിപ്പിച്ചു. അയാൾ സങ്കടത്തോടെ പൂജാരിയോട് ചോദിച്ചു. തിരുമേനി, ആണുങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പൂജയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ആണുങ്ങൾ ചെയ്യുന്നതല്ല, ഇത് പെണ്ണുങ്ങൾ മാത്രം ചെയ്യുന്ന പൂജയാണെന്ന് പൂജാരി പറഞ്ഞു. പെട്ടെന്നാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നിധി മുന്നോട്ട് വന്നത്. അവളുടെ കണ്ണിൽ വല്ലാത്ത നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അതെ, ആ പൂജയ്ക്ക് ഞാൻ ചെയ്തോളാം, നിധി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. സ്വന്തം കുടുംബത്തെ ഒരാൾ താഴ്ത്തിക്കെട്ടുന്നത് കണ്ടപ്പോൾ നിധിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്തോളാം പൂജ. പെണ്ണുങ്ങൾ ചെയ്യേണ്ട പൂജ എന്താന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം, അവൾ ആവർത്തിച്ചു പറഞ്ഞു. സുധീഷ് പരിഭ്രമത്തോട് പറഞ്ഞു. വേണ്ട നിധി, അതെന്താ? പൂജയൊന്നും അറിയത്തില്ലേ? അതൊന്നും സാരമില്ല. ഇല്ല സുധീഷ്, ഞാൻ ചെയ്തോളാം. നിധി തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ലളിത കണ്ണു തള്ളിപ്പോയി നിന്നുപോയി. തിരികെ മുറിയിലെത്തിയപ്പോൾ സുധീഷ് നിധിയോട് ചോദിച്ചു. നീ എന്തിനാ നിധി അതൊക്കെ ചെയ്യാൻ ഏറ്റെടുത്തത്? എന്ത് പൂജയാണെങ്കിലും എങ്ങനെയാണെന്നും കാര്യങ്ങളൊന്നും നിനക്കറിയാമോ? അല്ല, എനിക്കൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അത് ചെയ്തല്ലേ മതിയാവൂ, അവൾ പറഞ്ഞു. അപ്പോഴാണ് മണി അങ്ങോട്ടേക്ക് വന്നത്. സുധീഷ് മണിയോട് ചോദിച്ചു. അല്ല മണിച്ചേട്ടാ, നാളത്തെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ആ പൂജ എന്താ? മണി വളരെ ലാഘവത്തോടെ പറഞ്ഞു. അത് തീച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ടാ. തീച്ചട്ടിയോ? സുധീഷ് ഞെട്ടിപ്പോയി. നിധിയുടെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അതെ, തീച്ചട്ടി എടുക്കണം. ക്ഷേത്രത്തിൽ നമ്മൾ കുടുംബ ദോഷ പരിഹാരത്തിനെ വന്നത് എങ്കിൽ ആ തീച്ചട്ടി തന്നെ എടുക്കണം. അതാണ് ഇവിടുത്തെ പ്രധാന ആചാരം, മണി വിശദീകരിച്ചു. തീച്ചട്ടി എടുക്കുമ്പോൾ കൈയൊക്കെ പൊള്ളില്ലേ എന്നോർത്ത് എല്ലാവർക്കും ഭയമായി. സുഭാഷും സുധീഷും പറഞ്ഞു. വേണ്ട നിധി, തീച്ചട്ടി ഒന്നും എടുക്കണ്ട. നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, തൊഴുത് പ്രാർത്ഥിച്ച് നമുക്കങ്ങ് മടങ്ങിപ്പോവാം. ഇതിക്കും ഉള്ളിൽ ചെറിയൊരു പേടി തോന്നിയിരുന്നു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ എല്ലാവരും പോവാൻ തയ്യാറെടുത്തു. ബാത്റൂമിൽ വെള്ളമില്ലാത്തതിനാൽ ചാന്ദിനി കുളിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് സുനന്ദ അത് കണ്ട് മീറ്റർ ഓണാക്കുക ചെയ്തത്. കുളിക്കാൻ പോകുന്നതിന് ബാത്റൂമിന്റെ പുറത്തു തോന്നുന്ന ആ ഒരു തറയിൽ ചവിട്ടി ചാന്ദിനി കാൽ തെറ്റി അങ്ങ് വീഴാൻ പോയി. പെട്ടെന്ന് ഒരു ശക്തമായ കൈ അവളെ അങ്ങ് താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. അത് സുഭാഷാണ്. സുഭാഷിന്റെ നെഞ്ചിൽ ചാഞ്ഞ് ചാന്ദിനിയുടെ കണ്ണുകൾ അയാളുടെ കണ്ണുമായി ഉടക്കി.
ഒരു നിമിഷം ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ ഇതിന്റെ രണ്ടുപേർക്കും തോന്നി. ചാന്ദിനിയുടെ കവിളുകളിൽ നാണം കൊണ്ട് ചുവന്നു. അവൾ പെട്ടെന്നെ പിടഞ്ഞെഴുന്നേറ്റ് അകത്തേക്കങ്ങ് ഓടി. ഈ മനോഹരമായ കാഴ്ച ദൂരെ നിന്ന് കണ്ട സുനന്ദയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾ പിന്നീട് നികേഷിനോട് പറഞ്ഞു, അല്ല നികേഷേ, ഇവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. നമുക്ക് സുഭാഷേട്ടന് വേണ്ടി ചാന്ദിനി ഒന്ന് ആലോചിച്ചാലോ? പക്ഷേ നികേഷ് പറഞ്ഞു, സുഭാഷേട്ടന് അങ്ങനത്തെ ചിന്തകളൊന്നും ഇപ്പോഴില്ല. ഇതേസമയം ക്ഷേത്രമുറ്റത്ത് ഭക്തസാന്ദ്രമായ അന്തരീക്ഷം. ചെണ്ടമേളങ്ങളും ശംഖുവലിയുടെ ശബ്ദമെല്ലാം തന്നെ മുഴങ്ങി കേട്ടിരുന്നു. തീച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഭക്തർ വരിവരിയായി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ സുനന്ദയുമുണ്ട്. ഇത് സുനന്ദയോട് ചോദിച്ചു, സുനന്ദയാണോ എടുക്കുന്നത്? കൈയൊക്കെ പൊള്ളില്ലേ? എല്ലാ വർഷവും അമ്മയാണ് എടുക്കുന്നത്. എനിക്കൊരു വിവാഹ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തവണ ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഭഗവാനെ മുറുകെ വിളിച്ചുകൊണ്ട് തീച്ചട്ടി എടുക്കുമോ? നമ്മുടെ ഒരു കൈയും പൊള്ളത്തില്ല. നമുക്ക് പൊള്ളുന്നതായിട്ട് തോന്നത്തുപോലുമില്ല. നിധി സുനന്ദയുടെ വാക്കിൽ വലിയൊരു വിശ്വാസമുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ നിധിയുടെ ഉള്ളിലെ ഭയം അങ്ങ് മാറി. അവൾ ഉറച്ച തീരുമാനത്തോടുകൂടെ തന്നെ നികേഷിനെയും കൂട്ടി പ്രാർത്ഥിച്ച് തീച്ചട്ടി എടുക്കുന്നവരുടെ വരിയിലേക്ക് കയറി നിന്നു. ഇത് കണ്ട് ലളിത പൂച്ഛിച്ചു. ഇന്നലെ എന്തൊക്കെയായിരുന്നു ഇവളുടെ വീരവാദം മുഴക്കിയത്? തീച്ചട്ടി എടുക്കും എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? ഭയത്തോടെയല്ലേ? അന്നേരം സുധീഷ ഒരു കാഴ്ച കാണാണ്. ഈ തീച്ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വരിയിൽ പോയി നിൽക്കുന്നു. സുധീഷ് ഓടിച്ചെന്ന് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ അവൾ അതിനൊന്നും തന്നെ കൂട്ടാക്കിയില്ല. ദേവി കാത്തോളും അവർ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു. ചെണ്ടമേളങ്ങനെ മുറുകി എരിയുന്ന തീച്ചട്ടിയിൽ ഓരോരുത്തരുടെയും കൈകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തു. അടിയിൽ കുറച്ച് വേപ്പിലകൾ വെച്ചിട്ടാണ് തീച്ചട്ടി പിടിക്കുന്നത്. നിധിയുടെ കൈകളിലേക്ക് ആ എരിയുന്ന തീച്ചട്ടി വെച്ചപ്പോൾ തന്നെ സുധീഷിന്റെ ശ്വാസം അങ്ങ് നിലച്ചുപോയി. അവൻ ഓടിപ്പോയി കുറച്ചും കൂടി വേപ്പിലകൾ പറിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ കൈകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. ചൂടെടുക്കുമ്പോൾ ഇത് കൂടി വെച്ചോ നിധി എന്നൊക്കെ പറയും. ക്ഷേത്രത്തിന് വലം വെച്ച് അല്പം ദൂരെയുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ പോയി തിരികെ വരണം. അത്രയും ദൂരം വരെയുന്ന ഈ ഒരു തീച്ചട്ടിയുമായി നടക്കുക എന്നത് വലിയ പരീക്ഷണമായിരുന്നു. ചൂട് കൈകളിലേക്ക് പടർന്നു കയറിയെങ്കിലും നിധി പല്ലുകൊണ്ട് തന്നെ കടിച്ചു പിടിച്ച് സഹിച്ചു. ഒടുവിൽ വിജയകരമായി തന്നെ അവൾ ആ തീച്ചട്ടി അങ്ങ് സമർപ്പിച്ചു. അവിടെ വന്നിരുന്ന ആളുകളിലേക്ക് സുധീഷ് അങ്ങ് ഓടിയെത്തി. അവൻ കരുതി വെച്ചിരുന്ന ഐസ് ട്യൂബുകൾ അവളുടെ ആ ഒരു ചുവന്ന കൈകളിലേക്ക് പതിയങ്ങ് വെച്ചു കൊടുത്തു. ആ ചെറിയ ഐസ് കഷ്ണങ്ങൾ അവൾക്കൊരു കുളിർമ നൽകുന്നത് സുധീഷിന്റെ ആ ഒരു കരുതലും സ്നേഹവും ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. തുടർന്ന് പൊങ്കാല ഇടാനുള്ള സമയമായി. പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിന് മുറ്റത്ത് വെളിച്ചപ്പാടിങ്ങനെ തുള്ളുന്നുണ്ടായിരുന്നു. തിളങ്ങുന്ന വാളും ചിലമ്പൊളിയുമായ വെളിച്ചപ്പാട് ജനക്കൂട്ടത്തിലൂടെ നടന്നു. പെട്ടെന്ന് അദ്ദേഹം നിധിയുടെ മുന്നിൽ അങ്ങ് വന്നു നിന്നു. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മകളെ, നീ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുക. നിനക്ക് നല്ലൊരു ജീവിതമാ ഇനി കിട്ടാൻ പോകുന്നത്. നിന്നെ ഇവിടുത്തെ ദേവി അനുഗ്രഹിച്ചിട്ടുണ്ട്. നിധിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവളുടെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ നാമ്പിട്ടു. സുധീഷുമായിട്ടുള്ള പുതിയ ജീവിതം. അവൾക്ക് സുധീഷിനോടുള്ള സ്നേഹം വല്ലാതെ വർദ്ധിച്ചിരുന്നു. ഇതേ സമയം ദൂരെ നീതുവിന്റെ വീട്ടിൽ വലിയൊരു ഗൂഢാലോചന നടക്കുകയാണ്. നീതുവിന്റെ സഹോദരൻ അഖിലും അച്ഛൻ ചന്ദ്രനും അമ്മയും ചേർന്നുകൊണ്ട് വലിയ തീരുമാനമെടുത്തു. നീതുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ഹരീഷ് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ സമയം അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് അവർ കരുതി. അഖിൽ തന്റെ അടുത്ത സുഹൃത്തായ മനീഷിനെ വിളിച്ചു. എടാ, നീ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കണം. അവൾക്ക് മറ്റവരുമായിട്ട് ഇഷ്ടത്തിലാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളിത് നടത്തിയേ തീരൂ. മനീഷ് അതിന് തയ്യാറായി. നീതുവിനെ എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തിക്കണം. അമ്മ അവളോട് പറഞ്ഞു, മോളെ, നമ്മൾ ഇന്ന് ക്ഷേത്രത്തിൽ പോവാണ്. നീ പോയിട്ട് നല്ലൊരു സാരി എടുത്തിട്ട് വാ. ഇപ്പോൾ എന്തിനാ സാരി ക്ഷേത്രത്തിലെടുത്തു പോകുന്നത് എന്നൊക്കെ ചോദിക്കാണ് നീതു സംശയത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും നീ ഞങ്ങൾ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് അച്ഛൻ ദേഷ്യപ്പെട്ടു. മറുത്തൊന്നും ചിന്തിക്കാതെ നീതു തയ്യാറായി വന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഞെട്ടിപ്പോയത്. മനീഷ് മണവാളനെ പോലെ വേഷം ധരിച്ച് നിൽക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമായെന്ന് അഖിൽ പറഞ്ഞത് കേട്ട് അവൻ ആദ്യമൊന്ന് വിശ്വസിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഖിൽ അവളുടെ അരികിലേക്ക് വന്ന് പതുക്കെ പറഞ്ഞു, എടി, നിന്റെ കല്യാണമായി ഇന്ന് നടക്കാൻ പോകുന്നത് ദേ ഇവനുമായിട്ട്. നീതുവിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഒരു ബോധവുമില്ലേ? എൻ്റെ മനസ്സിൽ മൊത്തം ഹരീഷേട്ടനാ. അദ്ദേഹത്തെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കാനൊന്നും ഒരിക്കലും എനിക്ക് കഴിയില്ല. ചന്ദ്രൻ ദേഷ്യത്തോടെ അവളെ കൈക്കങ്ങി പിടിച്ചു വലിച്ചു. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി, നീ ഇങ്ങോട്ടേക്ക് വാടി. അവർ അവളെ ബലമായി പിടിച്ച് മണ്ഡപത്തിലേക്ക് മനീഷിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തി. നീതു മനീഷിനോട് അപേക്ഷിച്ചു, എടാ, നിനക്കറിയാമല്ലോ എൻ്റെ മനസ്സിൽ ഹരീഷേട്ടനാണെന്ന്. ഞാൻ അവനുമായിട്ട് ഇഷ്ടത്തിലാ. അതൊക്കെ എനിക്കറിയാം. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. മനീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ട് താലി പൂജിച്ചു നൽകി. മനീഷ് താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് നീട്ടി. എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട നീതു മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റു. സർവ്വശക്തിയും എടുത്തുകൊണ്ട് തന്നെ അവൾ അലറി, എടാ നിർത്തടാ, ഞാൻ ഗർഭിണിയാടാ. ഒരൊറ്റ നിമിഷം ക്ഷേത്രമുറ്റത്തെ കാറ്റുപോലും അങ്ങ് നിലച്ചുപോയി. എല്ലാവരും ഞെട്ടിത്തെറിച്ചു നിന്നു. അതെ, ഞാൻ 2 മാസം ഗർഭിണിയാ. എൻ്റെ വയറ്റിൽ ഹരീഷേട്ടൻ്റെ കുഞ്ഞുണ്ട്.
ചുറ്റും നിന്നവർ ഇങ്ങനെ പരസ്പരം നോക്കി. മനീഷ് ഞെട്ടലോടുകൂടെ അഖിലിനെ നോക്കി. എടാ, നീ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ? അഖിൽ പരിഭ്രമത്തോടെ പറഞ്ഞു. എടാ, ഇവൾ വെറുതെ കള്ളം പറയുന്നതാ, കല്യാണം മുടങ്ങാൻ വേണ്ടി. നീതു വെല്ലുവിളിച്ചു. കള്ളമാണെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യിപ്പിച്ചു നോക്ക്. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണെന്ന്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആ ഒരു നീതുവിൻ്റെ വാക്ക് കേട്ട് മനീഷ് താലി അവിടെ വെച്ചിട്ട് പുറകോട്ട് മാറി. നീതുവിൻ്റെ ആ ഒരൊറ്റ വെളിപ്പെടുത്തൽ ആ വിവാഹവേദ്യത്തിൻ്റെ പൂർണ്ണമായും അങ്ങ് തകർത്ത് വീണു. ദൂരെ കുടുംബക്ഷേത്രത്തിൽ ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഹരീഷും കൂട്ടരും ഇതൊന്നും തന്നെ അറിയാതെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇനി വരാനിരിക്കുന്നത് അടിപൊളി സൂപ്പർ സീൻസൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക്